ഇഫ്താറൊക്കെ കഴിഞ്ഞ് രാത്രിയായി ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേന് നല്ല പൊരിച്ച കോഴി കഴിക്കാൻ കിട്ടുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? നല്ല മൊരാന്ന് പൊരിഞ്ഞ കോഴി. അങ്ങനെ ഞാൻ ഹാഷ്മിയുടെ ചൈനയൊക്കെ പോയി തിരിച്ചു വന്ന് 2 ദിവസം മുമ്പ് കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ ഇന്ന് ചൈനയിലെ വീഡിയോ അല്ല നമ്മൾ കൊണ്ടുവരുന്നത്, നിങ്ങളിലേക്ക് നമ്മുടെ നാടൻ വീഡിയോ ആണ്. ചൈനയിലെ നല്ല അടിപൊളി ബെയ്ജിങ്, ഷാങ്ഹായ്, ഹോങ്കോങ്, മക്കാവ് ഈ വീഡിയോസ് ഉടനെ തന്നെ വരും. പക്ഷേ ഇത് ഇവിടെ പാതിരാക്കോഴി, കൊച്ചിയിൽ തന്നെ പാതിരാക്കോഴി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ പോയി ഒരു ഫുഡ് കഴിക്കണമെന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ. അപ്പോൾ അവിടെ പോയി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാന പാർട്ട്. കളമശ്ശേരി, നോർത്ത് കളമശ്ശേരി, നമ്മുടെ അപ്പോളോ ടയർസിൻ്റെ ഒക്കെ ഏകദേശം ഓപ്പോസിറ്റായിട്ടാണ് പാതിരാക്കോഴി. ഇവർക്ക് കുറേ സ്ഥലങ്ങളുണ്ടെന്നാണ് കേട്ടിരിക്കുന്നത്. ഇത് കളമശ്ശേരിയിലെ ഇവരുടെ പാതിരാക്കോഴി കടയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. റെസ്റ്റോറൻറ്റ്, ചെറിയൊരു റെസ്റ്റോറൻറ്റ്. നമുക്ക് പോയി കഴിച്ചൊക്കെ നോക്കാം. പ്രിപ്പറേഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ കുറച്ച് പ്രിപ്പറേഷനും എടുക്കാൻ പറ്റും. വാ. നമ്മളിവിടെ പാതിരാക്കോഴിക്ക് അകത്തോട്ട് കയറിയപ്പോൾ തന്നെ നമ്മുടെ ഒരു സുഹൃത്ത്, ഫുഡ് ആൻഡ് ട്രാവൽ സുഹൃത്ത് സിജിൻ, പുള്ളി ഇവിടുന്ന് കഴിക്കുന്നുണ്ട്. പുള്ളിയോട് തന്നെ അഭിപ്രായം ചോദിക്കാം. എങ്ങനെയുണ്ട് ഫുഡ്? നല്ലതാണ്. ഇവിടെ നേരത്തെ വന്ന് കഴിച്ചിട്ടുള്ളതാണോ? ആ, അത് കഴിഞ്ഞ് ഫുഡ് ഇമ്പ്രൂവ് ചെയ്തോ അതോ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു? നല്ലതായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സിജിൻ. സിജിനും ഉണ്ട്, സിജിൻ്റെ കൂട്ടുകാരും ഉണ്ട് കേട്ടെ. നിങ്ങൾക്ക് ഫുഡ് ഇഷ്ടമായോ? ആ, ഫുഡ് ഇഷ്ടമായി. നല്ല ഫുഡാണ്. അതെ, നമ്മൾ ഇവിടെ പ്രിപ്പറേഷൻ കാണണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. ഇവിടെ ഒരു സിഗ്നേച്ചർ ഫുഡുണ്ട്. നേരത്തെ തന്നെ ഹാഷ്മി ഇത് റെഡിയാക്കി വെച്ചിരുന്നു, ഹാഷ്മിയോടെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടുത്തെ സിഗ്നേച്ചർ ഫുഡെന്ന് പറഞ്ഞാൽ കളിമണ്ണിൽ ചുട്ടെടുത്ത കോഴി. ഇതിങ്ങനെ ചുട്ടെടുത്ത് വെച്ചിട്ട് 8 മണിക്കൂറിൻ്റെ പ്രോസസ്സാണ്. കളിമണ്ണിനകത്ത് അത് പൊട്ടിച്ചിട്ട് പറയാം എന്താണെന്ന്. പൊട്ടിച്ച് നോക്കാം. കളിമണ്ണ് അങ്ങോട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ അന്നേരം അലുമിനിയം ഫോയിലുണ്ട്. അപ്പോൾ ചൂടുണ്ട് കേട്ടോ, ഭയങ്കര ചൂടല്ല, ചെറു ചൂടുണ്ട് കളിമണ്ണിനകത്ത്. അപ്പോൾ ആ ചൂട് നിൽക്കും കളിമണ്ണിനകത്ത്. ഇതിപ്പോൾ ഇതങ്ങ് ഊരിയെടുക്കാം അല്ലേ? ഇത് കണ്ട, നന്നായിട്ട് വെന്തതാണ്. 3 മണിക്കൂർ ലൈറ്റ് ഹീറ്റിൽ ഇരുന്ന് വെന്തതാണ്. അപ്പോൾ അതിൻ്റെ മസാലകളൊക്കെ ഉണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വെന്ത ചിക്കൻ പീസ്. നമുക്കൊരു സ്വല്പം എടുത്ത് കഴിച്ച് നോക്കാം അല്ലേ? എരിവെന്ന് പറയുന്നത് ഭയങ്കര എരിവൊന്നുമില്ല, ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ആ സ്പൈസി ടേസ്റ്റ് വരുന്നുണ്ട്. ഞാൻ ഇതിന് സിമിലർ ആയിട്ട് ഒരു സാധനം കാസർഗോഡ് കഴിച്ചു. പക്ഷേ അത് ഹെർബൽ ടേസ്റ്റ് ആയിരുന്നു. അവരതിന് ഹെർബൽ ചിക്കൻ എന്നാണ് പറയുന്നത്. ഇത് കളിമണ്ണിൽ പൊതിഞ്ഞ് ചുട്ട ചിക്കൻ എന്നാണ് ഇവിടെ ആൾക്കാർ പറയുന്നത്. രണ്ടും 2 ടേസ്റ്റാണ് കേട്ടോ. കാസർഗോഡ് കഴിച്ച ചിക്കന് വേറൊരു ടേസ്റ്റാണ്. ഇത് കുറച്ചുകൂടെ ഒരു ഡിഫറെൻറ്റ് സ്പൈസി ആയിട്ടുള്ള ടേസ്റ്റാണ്. മറ്റൊരു ഹെർബൽ ടേസ്റ്റാണ്. കേട്ടോ, ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പുറത്ത് മസാലകളൊക്കെ പിടിച്ച് റെഡി ആയിട്ടിരിപ്പുണ്ട്. കൊള്ളാം.
നമ്മൾ എല്ലാ ദിവസവും സെയിം ടൈപ്പ് ചിക്കൻ കഴിച്ചിട്ട് പ്രയോജനമല്ലോ. ഇതേ ചിക്കന് ഒരു ഇൻട്രസ്റ്റിംഗ് പേരാണ് ഇംഗ്ലീഷിൽ പറയുക, അറിയോ? ബെഗേഴ്സ് ചിക്കൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക, അല്ലെന്നുണ്ടെങ്കിൽ ഫാർമേഴ്സ് ചിക്കൻ എന്നും പറയാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിക്കരുത്, അറിയാവുന്നവർ താഴെ കമൻറ്റ് എഴുതിക്കും. ഞാൻ മുമ്പേ നിങ്ങളോട് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു പാതിരാക്കോഴി മറ്റു പല സ്ഥലങ്ങളും കണ്ടായിട്ട് ഓർക്കുന്നുണ്ടെന്ന്. പക്ഷേ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർക്ക് ഇത് മാത്രമേ ഉള്ളൂ, മറ്റ് പാതിരാക്കോഴി കടകളുണ്ടാവും, പക്ഷേ ഇവരുടേത് ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഇത് മാത്രമല്ല, അൽഫാം നമ്മൾ വേറെയും കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇവരുടെ അൽഫാം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും എന്നോട് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല, കാരണം പല സ്പൈസുകൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഒരു മിക്സ്ഡ് ടേസ്റ്റാണ് വരിക. അതെ, ഇതിനകത്ത് തപ്പി വന്നപ്പം ഞാൻ പറഞ്ഞ സ്പൈസ് മാത്രമേ ഉള്ളൂന്നാ, പക്ഷേ ഇവർ റൈസ് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം സംഭവം വെറൈറ്റിയാണ്. ഞാൻ പറഞ്ഞ കാസർഗോഡ് സംഭവം അല്ല ഇത്. കാസർഗോഡ് സംഭവം ഹെർബ്സ് ആണ്. ഇതിപ്പോൾ റൈസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് റൈസ് ഓർഡർ ചെയ്യേണ്ട കാര്യം. സൂപ്പർ. ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും ഒന്നുകിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പറയുക. ഞാൻ ഏതായാലും ഇതിൻ്റെ ഒരു റിവ്യൂ തന്നെ എഴുതുന്നുണ്ട് നമ്മുടെ ഫുഡ് ആൻഡ് ട്രാവൽ ബ്ലോഗിൽ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. റൈസും ചിക്കനൂടെ കൂടി ആ മിശ്രിതം. ഞാൻ നേരത്തെ കഴിച്ചിട്ടുള്ള, അതുകൊണ്ട് ഇങ്ങനെ വിളിച്ചോണ്ട് വന്നത്. ഹാഷ്മി കണ്ടിന്യൂ ചെയ്യുന്നു. ഞാനപ്പോൾ പോയി പെരിപ്പരിയുടെ പ്രിപ്പറേഷൻ എടുക്കാം. ഇവർക്ക് ഒരു പെരിപ്പരി അൽഫാം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിൻ്റെ പ്രിപ്പറേഷൻ എടുത്ത് നമ്മൾ അത് കഴിച്ചുകൂടെ നോക്കാം. ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. കിടു. അപ്പം നമ്മുടെ പെരിപ്പറി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ആഫ്രിക്കൻ ഡിഷാണ്, ആഫ്രിക്കൻ ചില്ലിയാണ്. അപ്പോൾ അത് വെച്ചല്ല ഇവരുണ്ടാക്കിയിരിക്കുന്നത്. അവർ പറഞ്ഞു നമ്മുടെ നാടൻ രീതിയിൽ ഒരു മിക്സ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറബിക്കും നാടനും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് ആഫ്രിക്കൻ സ്റ്റൈലിലായിട്ടുള്ള ഒരു ചില്ലിയും കൂടെ ഒക്കെ ചേർത്താണ് അവർ ചെയ്തിരിക്കുന്നത് പോലെ. ഇവിടെ മുളക് ടൊമാറ്റോ ചട്നി, മയോണൈസ്, കുബൂസ്, അതേപോലെ തന്നെ അൽഫാം. ഇത് പിക്കിൾഡ് വെജിറ്റബിൾസ് ആണ്. പിക്കിൾഡ് വെജിറ്റബിൾസ് ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ഓരോന്നെടുത്ത് കറുമുറ കടിച്ച് നീക്കും. കുബൂസിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഈ അൽഫാം ഒന്ന് കഴിച്ചു നോക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഗ്രിൽഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ലൈറ്റ് മസാല ചേർത്ത് ചിക്കനൊക്കെ നല്ല മൊരിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. കൊള്ളാം, ഇതും കൊള്ളാം. ഓരോ മസാലയ്ക്ക് അതിൻ്റേതായ ടേസ്റ്റിന് വ്യത്യാസം വരും. ഇതിപ്പോൾ പെരിപ്പരി ഒരു ഫ്യൂഷനാണ് ശരിക്കും പറഞ്ഞാൽ. എക്സാക്ട് പെരിപ്പരി അല്ല, ഒരു ഫ്യൂഷൻ. നമ്മളൊരു പ്രാവശ്യം നിലമ്പൂർ പോയപ്പം കാന്താരി ചിക്കൻ കഴിച്ചിരുന്നു. അതും ഇതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നന്നായിട്ട് പൊരിച്ചെടുത്ത കാന്താരിയൊക്കെ വെച്ച് നന്നായിട്ട് പൊരിച്ചെടുത്ത ചിക്കൻ, അത് കൊള്ളായിരുന്നു. ഇതും ഇഷ്ടമായി. ഇനിയിപ്പം കുബൂസ് സ്വല്പം മുറിച്ചെടുത്ത് അതിനകത്ത് ഫോൾഡ് ചെയ്ത് മയണൈസ് വേണമെങ്കിൽ ഒരു സ്വല്പം മുക്കി കഴിച്ചു നോക്കാം ആദ്യം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മയണൈസ് ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. മയണൈസ് വന്നു കഴിയുമ്പം ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് ഡൈല്യൂട്ട് ആയി പോകും. ഒറിജിനൽ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് അതുപടി കഴിക്കണം. എങ്കിലും നമുക്ക് എല്ലാത്തിൻ്റെയും രുചിയൊന്ന് നോക്കണമല്ലോ. ഇനി ഇത് നോക്കാം.
ഇതിന് നല്ല സവോള അരച്ചതിൻ്റെ ആ രുചി വരുന്നുണ്ട്. ആ കൂടെ തന്നെ മുളകിൻ്റെ ചെറിയൊരു ചെറുതല്ല നല്ല എരിവാണ്. ഈ സാധനം വേറെ എങ്ങും അതായത് മറ്റ് ചട്നികളും മയണൈസും ഒന്നും ഇല്ലാതെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടപ്പെട്ടത്. കാരണം അതിൻ്റെ ആ കറക്റ്റ് രുചി അതുപടി കിട്ടും. ആ മുളകിൻ്റെ അതിനെന്താ പറയുക, മുളകിൻ്റെ അരിയൊക്കെ ഇരിപ്പുണ്ട്. മുളകിൻ്റെ ചെറിയ കഷ്ണങ്ങളും ഉണ്ട്. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഈ സൈഡൊക്കെ. അകത്ത് നല്ല ജ്യൂസിയാണ് താൻ. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ് നല്ല തേൻ മുട്ടായി ഇഷ്ടമുണ്ടോ? പണ്ട് കാലത്ത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തേൻ മുട്ടായൊക്കെ മേടിച്ച് പോക്കറ്റിട്ട് ഓരോന്നും എടുത്ത് കഴിച്ചുകൊണ്ട് പോകുമായിരുന്നു. അത് പിടിപ്പുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 തേൻ മുട്ടായൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ട് പോകാം. അപ്പോൾ നമ്മൾ തേൻ മുട്ടായൊക്കെ കഴിച്ച് ഈ വീഡിയോ നമുക്കിവിടെ നിർത്താം. നമ്മുടെ ചെറുപ്പത്തിലെ ആ തേൻമുട്ടായി ഇവിടെ അത്രയില്ല. കാരണം വെച്ചാൽ ചെറുപ്പത്തിലെ തേൻമുട്ടായി ആണല്ലോ. എന്നാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയുക. അതേപോലെ തന്നെ എന്നും ഞങ്ങളോട് കൂടെ ഉണ്ടാകുക. തൽക്കാലത്തേക്കിന് ഗുഡ് നൈറ്റ്. ശരിക്കും ഗുഡ് മോർണിംഗ് പറയണം. ഇപ്പോൾ 12 മണിയായി. എന്നാലും രാത്രിയൊക്കെ ആയതുകൊണ്ട് പോയി കിടന്നുറങ്ങാനുള്ളതാണ്. ഗുഡ് നൈറ്റ്.